അത്രയൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ശാന്തത എന്ന വാക്കിനെ, ശാന്തമായി കാര്യങ്ങൾ നേരിടുന്ന ആൾക്കാരെ, ശാന്തതയോടെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്ന രീതിയെ അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്, ആരാധനയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിലാണ് സത്യത്തിൽ വാർത്തയൊക്കെ കാണാനിരുന്നത്. കുറേ തിരക്കുള്ള ദിവസമായിപ്പോയി. അപ്പോഴാണ് ആ ദൃശ്യം വീണ്ടും കണ്ടത്. ഏത് ദൃശ്യമാണെന്നറിയോ? വീണ്ടും ഞാൻ പറയുന്നു, രാഷ്ട്രീയവും മതവും വ്യക്തികാര്യവും ഒന്നുമല്ല, ഞാൻ ആ ഒരൊറ്റ ഇതാണ് പറയുന്നത്. അതായത് മുസ്ലിം ലീഗ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കൊലപാതകം. അതിൽ കൊല്ലപ്പെട്ട ആളുടെ വീട് സന്ദർശിക്കാനായി പാണക്കാട് മുനവർ അലി തങ്ങൾ ചെല്ലുന്ന ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ടു കാണും. അദ്ദേഹത്തിൻ്റെ കാർ തടഞ്ഞു നിർത്തുന്ന ദൃശ്യം, അതിനെക്കുറിച്ച് വാക്കുതർക്കം ഉണ്ടാകുന്ന ദൃശ്യം, അതിൽ നിന്ന് ശാന്തത തീരെ കൈവിടാതെ പാണക്കാട് മുനവർ അലി തങ്ങൾ വെളിയിലിറങ്ങി മുന്നോട്ട് ഏകനായി നടക്കുന്ന ദൃശ്യം. ഇതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഞാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ അനുയായികളായിട്ടുള്ള ഒരു നേതാവാണെന്നോ, അല്ലെങ്കിൽ ഞാൻ യമനി അറബ് വംശപരമ്പരയിൽ സാക്ഷാൽ മുഹമ്മദ് നബിയുടെ രക്തം സിരകളിലോടുന്ന വംശത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ണിയാണെന്നോ ഒരു ഭാവവും അദ്ദേഹമായിട്ട് ഒന്നും ചെയ്തില്ല. അദ്ദേഹം ശാന്തമായി പോയി തിരികെ വന്ന് വളരെ ശാന്തമായി അതേക്കുറിച്ച് പ്രസ്താവന നടത്തി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു വാക്ക് തർക്കം ഉണ്ടായതുപോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ശാന്തമായി ആ ഒരു രംഗത്തെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ട് ഒരു പ്രതീക്ഷ തോന്നി. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഹിഷ്ണുതയും സംഘർഷവും ആളി കത്തിക്കുന്നതും കൂടിയാണ് നമ്മളുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് കാണുന്ന പല നേതാക്കളെയും, അതിൽ യുവ നേതാക്കളും ഉണ്ടെന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അല്ല, യുവ നേതാക്കളാണ് ഒരുപക്ഷെ ഞാൻ അറിയുന്നതിൽ കൂടുതലായിട്ടുള്ളത്. അത്തരമൊരു രാഷ്ട്രീയം ഇവിടെ വേര് പിടിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രതികരണം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നി, അത്ഭുതം തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വർഷത്തിന് മുമ്പാണ് ഞാൻ പാണക്കാട്ടെ വീട്ടിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായി ചെല്ലുന്നത്. മധ്യ തിരുവിതാംകൂറിൽ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു ഹിന്ദു ചുറ്റുപാടിൽ വളർന്ന, കോൺവെൻറ്റിൽ പഠിച്ചതുകൊണ്ട് ക്രിസ്തീയ മതത്തിനെക്കുറിച്ചും ഏതാണ്ടത് എൻ്റെ മതമാണെന്നുള്ള ഒരു സഹിഷ്ണുതയോടെ മുസ്ലിം മതത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത കാലഘട്ടത്തിലാണ് ഞാൻ ഫോട്ടോഗ്രാഫറുമായിട്ട് അവിടെ ചെല്ലുന്നത്, കോട്ടയത്ത് നിന്ന്. അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പാണക്കാട് ശിഹാബ് തങ്ങളെക്കുറിച്ചുള്ള കുറേ പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ ഔന്നത്യത്തെക്കുറിച്ച്, വംശപരമായിട്ട് അദ്ദേഹത്തിന് ഒരു സമൂഹം, ഒരു ജനത കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഔന്നത്യത്തെക്കുറിച്ച്, എന്താണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എന്നതിനെക്കുറിച്ച് ഒക്കെ കൃത്യമായ ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതിൽ നിന്ന് തന്നെ ഉയരുന്ന കുറേ സംശയങ്ങൾ, സത്യത്തിൽ അസഹിഷ്ണുത അന്നൊന്നും ഇത്രയ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തും ചോദിക്കാമെന്നൊരു ധൈര്യം കൂടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ പാണക്കാട്, നിങ്ങൾക്ക് കേട്ടിട്ടുള്ളവർക്കറിയാം, ചുറ്റുപാട് മുഴുവൻ ആൾക്കാരാണ്. എല്ലാം പാണക്കാട് തങ്ങൾ മധ്യസ്ഥത വഹിക്കേണ്ട പ്രശ്നങ്ങൾ എന്തുണ്ടാവാം, കല്യാണം പറയൽ മുതലൊക്കെ ഉണ്ടാവാം. അതിനിടയിലൂടെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കായിട്ട് സമയം തരികയും ഓരോ ചോദ്യവും ഒട്ടും നിസാരവൽക്കരിക്കാതെ എല്ലാത്തിനും ഗൗരവത്തോടെ അർഹിക്കുന്നതിൽ ഉത്തരം പറയുകയും, അതിനിടയിൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ, ഒരു ചെവി കൂടെ പ്രശ്നം കേൾക്കുകയും അതിനെല്ലാം ശാന്തമായി തന്നെ ഓരോന്നിനും പരിഹാരം നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിൻ്റെ പുത്രനാണ് ഇദ്ദേഹത്തെ അന്ന് കണ്ടിട്ടുണ്ട്. ശാന്തത എന്ന് പറയുന്നത് ആ വീട്ടിലിങ്ങനെ തളം കെട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ബാബറി മസ്ജിദ് സംഭവം ഉണ്ടായപ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങൾ എടുത്ത ആ നിലപാട് എങ്ങനെയാണ് കേരളത്തെ അന്നത്തെ ആ പ്രശ്നത്തിന് കത്താതെ സൂക്ഷിച്ചത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ എനിക്ക് തോന്നി പലതവണ അതിനുശേഷം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഓരോരോ വളരെ കൊനിഷ്ഠായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന് ശാന്തമായി കൃത്യമായി ഖുറാനിൽ നിന്ന് അതിന് ഉദ്ധരണികളെടുത്ത്, അല്ലെ അഗാധമായ ചരിത്ര പാണ്ഡിത്യമായിരുന്നു അത്, ചരിത്രത്തിൽ നിന്ന് അതിന് ഉദാഹരണം എടുത്ത് വളരെ ശാന്തമായി എല്ലാത്തിനും മറുപടി തരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിലൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തുകൊണ്ടാണ് പാണക്കാട് ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും ഓടുന്നതെന്ന് പറഞ്ഞാൽ, മുൻപ് ഞാൻ സൂചിപ്പിച്ച ഈ നബി പരമ്പരയുടെ വംശ മഹിമയോടൊപ്പം തന്നെ ഈ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവിനും ഒരു സാധ്യതയുണ്ട് എന്ന് നന്നായി മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും കഴിയുമായിരുന്നു. ആ ഒരു മിന്നലാട്ടമാണ് ഈ ഒരു ദൃശ്യത്തിലൂടെ പെട്ടെന്ന് ഓർമ്മ വന്നത്.
നമുക്കിപ്പോൾ അറിയാം, ഒരു പത്ര റിപ്പോർട്ട് ചെയ്തിട്ട്, അതായത് മനസ്സാവാച അറിയാത്ത ഒരാളൊരു കാര്യം പറഞ്ഞു, അതിൽ നിന്നൊരു വാക്കെടുക്കുന്നു. ആ വാക്ക് ഇന്നത്തെ എൻ്റെ റേറ്റിങ്ങിന് ഏറ്റവും കൂടുതലാക്കാനായിട്ട് മാധ്യമങ്ങൾ പോലും കിടന്ന് പരിശ്രമിക്കുന്നു. അത് ഏറ്റുപിടിക്കാനായിട്ടും നാളെ 4 വോട്ടെങ്കിൽ ആ വോട്ട് കിട്ടട്ടെ, രാജ്യത്ത് എന്ത് സംഭവിച്ചാൽ എന്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനായിട്ട് മറ്റു ചിലർ നിൽക്കുന്നു. അപ്പം നിങ്ങൾക്കറിയാം, ഇത്തരം ഒരു സ്ഥലത്ത് പാണക്കാട് തങ്ങളെ ഇതാ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കാൻ ഒരു സാധ്യത ഇട്ടുകൊടുത്താൽ അത് എന്തൊരു വിവാദമായിട്ട് കത്തിപ്പടരുമെന്ന്. അത്ര ഒരു വിവാദത്തിനും നിൽക്കാതെ ശാന്തമായി ആ പ്രശ്നം ഒരാൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത്തരം സാധ്യതകൾ എല്ലാവരും ചിന്തിക്കണ്ടേ? നമ്മൾ ഇനിയിപ്പോൾ രാഷ്ട്രീയവും മതവും ആൾക്കാരെയൊക്കെ വിടൂ, നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ ചിന്തിച്ചൂടെ? നമ്മളെ തടയാൻ വരുന്നവരോട്, നമ്മളുടെ സത്യം എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് അറിയാത്തവരോട് നമുക്ക് ശാന്തമായി പ്രതികരിച്ചൂടെ? ശാന്തമായി ഓരോന്നും കൈകാര്യം ചെയ്യാനുള്ള സാധ്യത അടയ്ക്കാതെ മുന്നോട്ട് പോയിക്കൂടെ? ശാന്തമായി കൈകാര്യം ചെയ്താൽ ഏതു പ്രശ്നമാണ് പരിഹരിക്കപ്പെടാത്തത്? ശുഭരാത്രി.